Hi all, welcome back. ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റ് ആണ്. കിഡ്സ് ഫേവറേറ്റ് പാൽഗോവ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് ചൂടായാൽ അതിലേക്ക് 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ വെച്ചാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. മൈദമാവ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായി വഴറ്റി കൊടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ കളർ ചേഞ്ചായി ഇതൊരു ക്രീമി ടെക്സ്ചറിലായി വന്നിട്ടുണ്ട്. ഏകദേശം 10-15 മിനിറ്റ് വേണ്ടി വരും ഇത് കുക്ക് ചെയ്ത് വരാൻ. ഇതിപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. ബൗളിലേക്ക് ചേർത്തതിന് ശേഷം നല്ലപോലെ ചൂടാറിയാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാരയാണ്. ഏകദേശം 1 കപ്പോളം ഉണ്ടാവും. കുറച്ചായി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ല സ്മൂത്ത് ഡോ ആകുന്നവരെ ഇത് കൈവച്ച് നന്നായി കുഴച്ചെടുക്കാവുന്നതാണ്. ബാക്കിയുള്ള പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ മാറ്റി സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഈ മാവൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ലെവൽ ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതൊന്ന് നന്നായി സെറ്റായി വരാൻ ഇതൊരു 10 മിനിറ്റ് ഫ്രീസറിലേക്ക് മാറ്റാം. 10 മിനിറ്റ് മാത്രം ഫ്രീസറിൽ വെച്ചാൽ മതിയാവും. 10 മിനിറ്റിന് ശേഷം പാൽഗോവ ഇവിടെ നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഫ്രീസറിന് എടുത്തതിന് ശേഷം 2-3 മിനിറ്റ് കഴിഞ്ഞ് കട്ട് ചെയ്താൽ മതി. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽഗോവയാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. If you like this video, like, share, subscribe and click the bell icon. Bye.